പ്രിയമുള്ളവരെ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്നിട്ടുള്ള പ്രിയ ഗുണ്ടാ നേതാക്കളെ, ഗുണ്ടികളെ, നമ്മൾ അടിയന്തരമായി ഇന്നിവിടെ സംസ്ഥാന സമ്മേളനം വിളിച്ചുകൂട്ടിയിരിക്കുന്നത് പാവപ്പെട്ട നമ്മുടെ ഗുണ്ടാ സഹോദരന്മാർ അനുഭവിക്കുന്ന യാതനയ്ക്കും വേദനയ്ക്കും അടിച്ചമർത്തലുകൾക്കും ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ആരും ഗുണ്ടകളായിട്ട് ജനിക്കുന്നില്ല. നമുക്കറിയാമോ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഗുണ്ടകളാവുന്നത്. നമ്മൾ ആരാണ് ഗുണ്ടകളാക്കിയത്? നമ്മൾ എന്തിനാണ് ഗുണ്ടകളായത്? ഇവിടുത്തെ മുതലാളിമാരാണ് നമ്മളെ ഗുണ്ടകളാക്കിയത്. ഇവിടുത്തെ രാഷ്ട്രീയ മേലാമാർക്ക് വേണ്ടിയാണ് നമ്മൾ ഗുണ്ടകളായത്. നമ്മൾ ആരും ഗുണ്ടകളായിട്ട് ജനിക്കുന്നില്ല. മറ്റുള്ളവർക്ക് വേണ്ടി വെട്ടാനും കുത്താനും നടക്കുന്ന നമ്മൾ ശരിക്കും നമുക്ക് വേണ്ടി ഇതുവരെ ജീവിച്ചിട്ടില്ല. നാം ശരിക്കും പറഞ്ഞാൽ നേർച്ച കോഴികളാണ്. ഗുണ്ടാനിയമം വന്നതോടെ നമ്മുടെ സഹപ്രവർത്തകർ ഇന്ന് ജയിലിൽ ഉണ്ടേ നിന്ന് കഴിയുകയാണ്. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, തല്ലുകൊള്ളാൻ ചെണ്ടയും കാശ് വാങ്ങാൻ മാരാരും. ഈ വ്യവസ്ഥിതി നമ്മൾ മാറ്റണം. നമ്മൾ ഒന്നിച്ചു നിന്നാൽ നമുക്കിവിടെ പല കാര്യങ്ങളും നടത്താൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഒന്നിച്ചണിചേരണം. നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അതിനുവേണ്ടി ഞാൻ പറയുന്നത്, ഇവിടുത്തെ വലിയ വലിയ രാഷ്ട്രീയ പാർട്ടിക്കാർ അവരുടെ ശക്തി തെളിയിക്കുന്നതിന് വേണ്ടി കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ മനുഷ്യച്ചങ്ങലയും മനുഷ്യമതിലും തീർക്കുമ്പോൾ നമ്മൾ നമ്മുടെ ശക്തി തെളിയിക്കുന്നതിന് വേണ്ടി ഒരു ഗുണ്ടാ ചങ്ങല കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ പ്രിയമുള്ളവരെ, അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഗുണ്ടകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരു മുന്നണിക്ക് രൂപം കൊടുക്കുകയാണ്. ഓൾ കേരള ഗുണ്ടാ മുന്നണി. പ്രിയമുള്ള ഗുണ്ടകളെ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ട് നമ്മുടെ പ്രഗത്ഭരായ പല പല നേതാക്കന്മാരും ഇന്ന് ഇരുമ്പഴികൾക്കുള്ളിൽ കിടക്കുകയാണ്. അവരെ നമുക്ക് അടിയന്തരമായി പുറത്തു കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ സാധാരണ പാർട്ടിക്കാർ ചെയ്യുന്ന മാതിരി നമുക്ക് നിരാഹാരവും ഉപവാസവും ഒന്നും വേണ്ട. നമുക്ക് ഗുണ്ടാഹാരവും ഗുണ്ടാവാസം നടത്തിയാലോ? എന്ത് കാര്യത്തിന്? രാഷ്ട്രീയക്കാർ ഉപവാസം കിടന്നു കഴിഞ്ഞാൽ ഉപവാസം നിർത്താൻ വേണ്ടി വലിയ വലിയ നേതാക്കന്മാരൊന്ന് കരിക്കും വെള്ളം തേങ്ങ വെള്ളം കൊടുക്കും. നമുക്ക് ആരും എന്ത് വരാനാണ്? ഏത് പട്ടിണി നോക്കാനാണ്? പച്ചവളം കണ്ടിട്ട് ചാകൂടപ്പാ. അതെ അതെ അതെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളിൽ ഒരാൾ ജയിച്ച് നിയമസഭയിലോ ലോകസഭയിലോ എത്തണം. നേതാവേ, ഒന്ന് മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയും. മനുഷ്യരല്ല, ഗുണ്ടയ്ക്ക് മനസ്സിലാവുന്ന. പറയേ. അതെ.